പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. ആരെല്ലാം ജീവിതത്തിൽ സ്ഥിരതയോടെ ഉയർന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവ തിരുമുമ്പിൽ സ്വയം എളിമപ്പെട്ടവരാണ്. എളിമ എന്ന പുണ്യത്തിലൂടെയാണ് കർത്താവ് ഒരു വ്യക്തിയെ തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി ഉയർത്തുന്നത്. ഈ ബോധ്യത്തോടെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന്. ഇന്ന് നമ്മെയും ദൈവം കൃപയാൽ സമ്പന്നരാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എളിമയോടെ കർത്താവിൻ്റെ കൃപകൾ സ്വീകരിക്കുവാൻ നമ്മിലെ സ്വാർത്ഥതയെ നമുക്ക് അടിയറ വയ്ക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളാകുന്ന ജീവിതത്തെ എളിമയോടെ സമർപ്പിക്കാം. എളിയവരെ ഉയർത്തുന്ന അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൃപയിൽ സമ്പന്നതയോടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.